Question നോക്കുക. The RMS speed of hydrogen at NTP is U meter per second. If the gas is heated at a constant pressure till its volume is threefold, what will be its final RMS speed? Option 1 root 2 U, option 2 root 3 U, option 3 root 5 U, option 4 root 7 യു എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് RMS വെലോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം RMS സ്പീഡ് അല്ലെങ്കിൽ RMS വെലോസിറ്റി CRMS ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് 3 KBT ഡിവൈഡഡ് ബൈ എം ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈക്വേഷൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കെ ബിയും എമ്മും എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ CRMS പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള പോയിന്റ് നോക്കുക. C1 എന്ന് പറയുകയാണെങ്കിൽ അത് U മീറ്റർ സെക്കൻഡ് റേസ് ടു -1 ആണ്. NTP ആയതുകൊണ്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ് എന്നും പറയാം. ഇനീഷ്യൽ കണ്ടീഷനിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V ആണ്. കാരണം ഇത് V എന്ന് പറയുന്നത് 3 ഫോൾഡ് ആയിട്ട് മാറുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് V ആണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ V2 എന്ന് പറയുന്നത് 3 ഫോൾഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ വോളിയത്തിൻ്റെ 3 മടങ്ങായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് C2 കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ T2ൻ്റെ വാല്യൂ കണ്ടെത്തണം. T2ൻ്റെ വാല്യൂ കണ്ടെത്തിയതിന് ശേഷമാണ് C1ൻ്റെ വാല്യൂ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ വോളിയം കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് T2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുല ചാൾസ് ലോ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചാൾസ് ലോയാണ് ഉപയോഗിക്കുന്നത്. ചാൾസ് ലോ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? V2 ഡിവൈഡഡ് ബൈ V1 ഈക്വൽ ടു T2 ബൈ T1 എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ T2 ഈസ് ഈക്വൽ ടു T1 V2 ബൈ V1 എന്ന് പറയാം. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 273 3V ഡിവൈഡഡ് ബൈ V നമ്മളിവിടെ കൊടുക്കുകയാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 819 കെൽവിൻ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്കവിടെ കിട്ടും. അപ്പോൾ T2ൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി T2ൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് കണ്ടെത്തേണ്ടത്? C2 കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? C2 ഡിവൈഡഡ് ബൈ C1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് പറയാൻ പറ്റും? T2 ബൈ T1 എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ C2 ഈസ് ഈക്വൽ ടു C1 റൂട്ട് ഓഫ് T2 ബൈ C1. C1 എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ എത്രയാണെന്ന് നോക്കൂ. U ആണ് തന്നിട്ടുള്ളത്. ദെൻ റൂട്ട് T2 എന്ന് പറയുമ്പോൾ 819 ആണ്. ദെൻ T1 എന്ന് പറയുന്നത് 273 ആണ്. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് റൂട്ട് 3 U മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരിക. കാരണം 273ൻ്റെ 3 മടങ്ങാണ് ഏത് എന്ന് പറയുന്നത് 819. അപ്പോൾ അതുകൊണ്ട് C2 RMS ഈസ് ഈക്വൽ ടു റൂട്ട് 3 U മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന റിസൾട്ട് നമുക്കവിടെ ഫോം ചെയ്ത് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? റൂട്ട് 3U എന്ന് പറയുന്ന റിസൾട്ട്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.